ഗൈസ്, നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന കലാരൂപം മാസത്തിൽ ഒന്ന് മാത്രം നടക്കുന്ന കലാരൂപമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് മലയാള മാസം 1-ാം തീയതിയുടെ തലേ ദിവസമാണ് ഈ കഴുകും പിറക്കും ഒക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും, മാസത്തിൽ ഒന്ന് മാത്രമേ ഉള്ളൂ കഴുകും പിറക്കും എന്ന്. അങ്ങനല്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മോപ്പും കൊണ്ട് ഒരു ഓട്ടം മാത്രമേ ഉള്ളൂ ഗൈസ്. ഈ ഒരു അടിച്ചു കഴുക്കൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. എന്താന്ന് വെച്ചാൽ എല്ലാവരും കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പാട്ടൊക്കെ ഇട്ട് അടിച്ചു പൊളിച്ച് ഏത് പാതിരാത്രി ആണെങ്കിലും നമ്മളത് എല്ലാവരും കൂടെ ചെയ്തിരിക്കും. ചെറുതിൻ്റെ എനർജി എല്ലാം പോയി, അതുകൊണ്ട് ചാർജ് ചെയ്യാൻ പോയത്. അവൻ്റെ ചാർജിങ് ആണ് നടക്കുന്നത്. 8:30 ഇവിടെ എല്ലാവരും കഴിപ്പൊക്കെ കഴിയുവേ. അങ്ങനെ ഫൈനൽ റിസൾട്ടായി കഴിഞ്ഞു. അപ്പോഴത്തേനും വിശന്നു. നാളത്തേക്കുള്ള കറിക്കായിട്ട് കുതിർത്ത് വെച്ചിരുന്ന കടല എടുത്ത് കുക്കറിലിട്ട് അടിച്ചു. അതിലേക്ക് കുറച്ച് കുക്കുംബർ, സവോള, കുറച്ച് മല്ലിയില, നാരങ്ങ നീര് വിട്ട് അതിന് കൂട്ടിനായി നമ്മുടെ കട്ടൻ ചായയും. എനർജി ചാർജ് ചെയ്യാൻ പോയ ആളതാ ചാർജ് പോയി അവിടെ കിടക്കുന്നു. സമയം നോക്കിക്കേ 12:30. അർജുൻ ഗുണ്ടും ദാണ്ട് നീണ്ടു നിവർന്ന് കിടന്ന് ഉറങ്ങുന്നു. എണീറ്റപ്പോൾ താമസിച്ചു പോയി. അങ്ങനെ നമ്മൾ ദാണ്ട് ഉച്ചപൂജയും കൂടെ തൊഴാന്ന് പറഞ്ഞ് അങ്ങനെ തിരുനക്കര അമ്പലത്തിലെത്തി. ഇത് എവിടെ ചെന്നാലും പിന്നെ നമുക്കുള്ളതാണല്ലോ. കമ്പിയിൽ ഒരാൾ കിടക്കുന്നു. അവിടെ വിശപ്പിന്റെ നിലവിളി തുടങ്ങി എന്ന് പറയുന്നു. അങ്ങനെ നമ്മൾ ഉച്ചപൂജയൊക്കെ തൊഴുത് കഴിഞ്ഞു. ഇവരെന്തിനാ എൻ്റെ പുറകെ നൂറെ വരുന്നതെന്നറിയാവോ? അവർക്ക് ആവശ്യമില്ലാത്തൊന്നുമില്ല. കൈച്ചയം വേണം, പിന്നെ മോതിരം. ഞാനാണെങ്കിലോ ആ കമ്മലെല്ലാം നോക്കിയതല്ലാണ്ട് ഒരു സാധനവും മേടിച്ചിട്ടില്ല. അടുത്ത ദിവസം ചങ്ങനാശ്ശേരിക്ക് പോകുന്നുണ്ട്. അപ്പോൾ 30-ൻ്റെയും 40-ൻ്റെയും കുറേ വാരിക്കൂട്ടാൻ ചങ്ങനാശ്ശേരിന്നേ. കണ്ണൻ എന്നെ പിടിച്ച് തിന്നുന്നതിന് മുമ്പ് ഞങ്ങൾ അങ്ങനെ ചോറുണ്ണാൻ കയറി. ഇതെവിടെ ചോറുണ്ണാൻ കയറിയെന്നറിയോ? നമ്മുടെ 4 മണിക്കാറ്റിൻ്റെ തൊട്ടടുത്തുള്ള ഹോട്ടലിൽ. അതാവുമ്പോൾ ഊണും കഴിഞ്ഞ് കുറച്ച് നേരം അവിടെ പോയി കാറ്റൊക്കെ കൊണ്ടിരിക്കാമല്ലോ. ഇവിടെ ഇലയൂണിന് 120 രൂപയാണ്. അടമാങ്ങായും ചെമ്മീനും ഇട്ടിട്ടൊരു കറിയുണ്ട്, ഒഴിച്ച് കറി. അടിപൊളിയായിരുന്നുണ്ട്. ദൈവം എന്താ ടേസ്റ്റ് എന്ന്. മറ്റു കറികളൊക്കെ ആണെങ്കിലും നമ്മൾ കൂട്ടുന്നതനുസരിച്ച് അവർ വിളമ്പി തന്നുകൊണ്ടേയിരിക്കും. പ്രത്യേകിച്ച് അതിൻ്റെ കൂടെ സ്പെഷ്യലൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. അത്ര ടേസ്റ്റുള്ള കറികളാണ്. അകത്ത് ഇത്രയും നേരം നല്ല സുഖമായിട്ടിരുന്നു. വെളിയിലോട്ട് ഇറങ്ങിയപ്പോഴോ ഞങ്ങൾ 3 ഇപ്പോൾ ഫ്രൈ ആയേനെ. അതുപോലത്തെ വെയിലായിരുന്നു. ഓടിക്കോ, അല്ലെങ്കിൽ ഈ വെയിൽ കൊണ്ട് മത്തി ഫ്രൈ ആയിട്ട് ഇവിടെ നിലത്ത് കിടക്കും. ഗൈസ്, പേര് 4 മണി കാറ്റാന്ന് പറഞ്ഞാലും ഉച്ച സമയത്ത് ഇവിടെ നല്ല കാറ്റാ കേട്ടോ. നല്ല ഈ ചൂടത്ത് വണ്ടിയിൽ പോകുന്നവർക്ക് ഒത്തിരി ഒരു ആശ്വാസം. ഇവിടെ വണ്ടി നിർത്തി നല്ല റെസ്റ്റ് എടുത്ത് ഇവിടെ ആഹാരവും ഉണ്ട്. അതൊക്കെ കഴിച്ചിരുന്ന് കുറേ സമയം കഴിഞ്ഞിട്ടാണ് എല്ലാവരും പോകുന്നത്. ഞാനാണെങ്കിൽ രാവിലെ തൊട്ട് അമ്പലം മുഴുവൻ തൂത്തുവാരി, ഹോട്ടൽ തൂത്തുവാരി. ഇതാ ഇപ്പോൾ ഇനി 4 മണിക്കാറ്റിൻ്റെ ഇവിടവും കൂടി ഉള്ളു തൂത്തുവാരാൻ. ഇപ്പം തൂത്തുവാരിക്കൊണ്ട് ഒരു ഓട്ടം ഉണ്ട്. കണ്ടോ എങ്ങനെയുണ്ട് എൻ്റെ തൂത്തുവാരി? അടിപൊളിയല്ലേ? ഈ തോടങ്ങനെ ആ പാടത്തിന് നടുക്കൂടെ പോകും. നമ്മളിവിടെ വന്ന് ചൂണ്ടയൊക്കെ ഇട്ട് കുറേ നേരം ഇരുന്നിട്ടുണ്ട്. അത് തന്നെയല്ല പശുവൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് നമ്മൾ ഓണക്കിന് പുല്ലില്ലാത്തപ്പോൾ ഇവിടെ വന്നായിരുന്നു വണ്ടിക്ക് പുല്ലൊക്കെ പറിച്ച് കയറ്റിക്കൊണ്ട് പോകുന്നതൊക്കെ. ഒരു പ്രാവശ്യം പുല്ല് പറിച്ചുകൊണ്ടിരുന്നപ്പം ചെറുതും കണ്ടത്തിലുണ്ടായിരുന്നേ. ചെറുതിൻ്റെ കാലയിൽ അട്ട കടിച്ചിരുന്നേനെ. ആ ബഹളമായിരുന്നെന്ന്, ഭയങ്കര കരച്ചിലും. ചോര കാണാൻ പറ്റത്തില്ല. അതിൻ്റെ കൂടെ കണ്ണൻ്റെ ഡയലോഗും, എടാ അട്ട നിന്റെ ചോര വലിച്ചു കുടിക്കുമ്പം അട്ട വലുതാകും, നീ ചെറുതായി പോകുന്നു. എൻ്റെ പൊന്നെ അതോടെ തീർന്നു. പിന്നെ കാറലായി. ഒരു പ്രശ്നമില്ല. ചോര കണ്ട എല്ലാം കഴിഞ്ഞു. പിന്നെ ഒരു തരത്തിലായത് അടുത്ത വീട്ടിൽ പോയി ഉപ്പൊക്കെ മേടിച്ചിട്ട് വന്ന് ഉപ്പൊക്കെ അതിലിട്ട് ഒരു തരത്തിലൊന്ന് വിടിയിച്ചത്. അപ്പോഴത്തേനും കുറേ ചോര വലിച്ചു കുടിച്ചു. അതേ, ഊണ് കഴിഞ്ഞാൽ എനിക്കൊരു ഉറക്കം നിർബന്ധമാണ്. ഇത് ഇവിടെ നടക്കുന്ന ഒന്നും അറിയുന്നില്ല, കാഴ്ചകളും അറിയുന്നില്ല. കാറ്റൊക്കെ കൊണ്ട് നല്ല ഉറക്കം. ഇവിടെ ചക്ക വേവിച്ചതും കിഴങ്ങ് പുഴുങ്ങിയതും ചേന പുഴുങ്ങിയതും ഒക്കെ കിട്ടും കേട്ടോ. ഒന്ന് പോ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയത്തില്ലാത്ത കാര്യമാണോ എന്നൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നില്ലേ. ആർക്കെങ്കിലും ഒരാൾക്ക് ഉപകാരപ്പെട്ടാലോ?
മടുത്ത് യാത്ര ചെയ്യുമ്പോൾ ഒന്ന് നിർത്തി തണൽ കൊള്ളാനും വെച്ചിട്ട് കാറ്റ് കിട്ടാനും അതിൻ്റെ കൂടെ ആഹാരവും ഒക്കെ കിട്ടുമ്പോൾ ഒരു സുഖമല്ലേ. കുറച്ച് സമയം മിക്കവരും കഴിപ്പൊക്കെ കഴിഞ്ഞ് കിടന്നുറങ്ങുന്നൊക്കെ ഉണ്ടായിരുന്നു. ഉപ്പിലിട്ട് വെച്ച നെല്ലിക്കായും ഉപ്പും മുളകും പുരട്ടിയ മാങ്ങായും ഈ അടിപൊളി ഓട്ടട. ഇതൊക്കെ അമ്മയുടെ വീട്ടിൽ പോകുമ്പം അവിടെ മമ്മമ്മ ഉണ്ടാക്കി തരുമായിരുന്നു. നേരത്തെ ഞങ്ങളൊക്കെ വീട്ടിൽ ചെല്ലുമ്പോഴൊക്കെ ഓട്ടട. അങ്ങനെ ഇവിടെ ഒരാളെ വിളിച്ചെണീപ്പിച്ചു. ആൾക്ക് നേരമൊക്കെ വെളുത്തു കേട്ടോ. സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദിയോടെ ബൈ.